ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറിയുമായിട്ടാണ്. നിങ്ങൾക്കിതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന എംബ്രോയ്ഡറിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എംബ്രോയ്ഡറി മാത്രമാണ് കാണിച്ചു തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയെന്ന് പറയാം. അങ്ങനെ ഒരു ഫ്രെയിം വേണം. ഇത് നമ്മൾ തുണി നല്ല ടൈറ്റായിട്ടിരിക്കാനും നമ്മൾ ചെയ്യുന്ന എംബ്രോയ്ഡറി ഫിനിഷ് ആവാനും വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഇതുപോലത്തെ ഒരു ത്രെഡ് വേണം. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്ലോത്താണ്, ഒരു വൈറ്റ് ക്ലോത്താണിത്. ഞാൻ എംബ്രോയ്ഡറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ ലൈൻസൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്ന എംബ്രോയ്ഡറി വളഞ്ഞും ചെരിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പ്ലേസിലാണ് നമ്മൾ ഇന്ന എംബ്രോയ്ഡറി ചെയ്തത്. ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ആണെങ്കിൽ അങ്ങനെ എഴുതി വയ്ക്കും. പിന്നെ അത് നമുക്കിതുപോലത്തെ ഒരു നീഡിൽ വേണം. നമ്മൾ എപ്പോഴും എംബ്രോയ്ഡറി ചെയ്യാൻ നല്ല തിന്നായിട്ടുള്ള നീഡിലാണ് എടുക്കേണ്ടത്. ഇനി ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് തുണി നല്ല ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് റണ്ണിങ് ആണ്. അപ്പോൾ റണ്ണിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം അടിയിൽ നിന്ന് സൂചി മേലോട്ട് എടുക്കണം. അതിനുശേഷം ഒരേ അളവിൽ തന്നെ നമ്മൾ താഴോട്ട് ഇറക്കുക. ഒരളവെടുത്തു കഴിഞ്ഞാൽ ആ അളവ് തന്നെ ആയിരിക്കണം നമ്മൾ പിന്നീട് ഇങ്ങനെ ചെയ്യുന്നത്. ഈ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തു പോകുന്നതൊക്കെ ഈ ഒരളവിൽ തന്നെയാണ് വേണ്ടത്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടി ചെയ്യരുത്, കുറച്ച് വിട്ട് വേണം ചെയ്യാൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഇത് മുഴുവൻ ചെയ്യും. പിന്നെ അത് ഇതുപോലെ ഒരു മെത്തേഡിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിത് ഫുള്ള് ഫിനിഷ് ആക്കട്ടെ. അപ്പോൾ ഞാനിത് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് കൊണ്ട് തന്നെ ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ചിത്രം വരച്ചിട്ട് ചെയ്തതാണ്. ഫുള്ളും റണ്ണിങ് സ്റ്റിച്ചാണ്. ഇനി ഞാൻ അടുത്തത് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അത് പേര് പോലെ തന്നെയാണ് ചെയ്യുന്നതും. ഇനി ഞാൻ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് സൂചി താഴെ നിന്ന് മേലോട്ട് എടുക്കാം. അതിനുശേഷം ബാക്കിലോട്ട് കുത്താം. നിങ്ങളൊരളവ് എടുക്കുക. അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ച് മുഴുവൻ ചെയ്യേണ്ടത്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ്.
ഇത് ഫുള്ള് ഫിനിഷായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിഷൻ സ്റ്റിച്ച് പോലെ തോന്നും. ഞാനിത് ഫുള്ള് ഫിനിഷാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഫുള്ള് ചെയ്തിട്ടുണ്ട്, ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുകൊണ്ടൊരു എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഫുള്ള് ബാക്ക് സ്റ്റിച്ച് ചെയ്തതാണ്, കളറ് മാത്രം വ്യത്യാസമുള്ളതെന്നുള്ളൂ. ഇതും അതേപോലെ വരച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ഇത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് സൂചി താഴെ നിന്ന് മേലോട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ താഴോട്ട് കുത്തിയിറക്കാം. ഇനി നമ്മൾ അടുത്തത് കുത്താൻ പോകുന്നത് സൈഡിലാണ്. നമുക്ക് അവിടെ നിന്ന് കുത്തിയെടുക്കാം. പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കുത്തിയെടുക്കാം, കുത്തി താഴോട്ട് ഇറക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡിലും ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫുള്ള് ഫിനിഷായി കഴിഞ്ഞാൽ ഒരു സ്റ്റെം സ്റ്റിച്ച് മാതിരി ഇരിക്കും. സ്റ്റെം സ്റ്റിച്ച് മാതിരി ഇരിക്കുന്നതല്ല, നമ്മൾ പൂക്കൾക്കൊക്കെ സ്റ്റെമ്മ് ഉണ്ടാവില്ലേ, പൂക്കളുടെ സ്റ്റെമ്മ്, അതേമാതിരി ഇരിക്കും. ഇപ്പോൾ തന്നെ ഒരു സ്റ്റെമ്മിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഞാനിത് മുഴുവൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ഫുള്ള് ചെയ്യുന്നത്.
അപ്പം ഞാനിതാ സ്റ്റെം സ്റ്റിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതവിടെ റണ്ണിങ് ബാക്ക് സ്റ്റെം അങ്ങനെയുള്ള പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റെം സ്റ്റിച്ച് കൊണ്ട് ചെയ്തൊരു അങ്ങനൊരു എംബ്രോയ്ഡറിയാണ്. ഇതിൽ ഞാൻ ആ ഫ്ലവർ മാത്രമാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.